ഞാൻ പറഞ്ഞ പോലെ ചെക്ക് പോസ്റ്റ് എത്തി. ബുക്കും പേപ്പറൊക്കെ എടുത്തോണ്ട് വരിക. എടാ കിളി നീയാ ഞാനാ? ഞാൻ കൊഞ്ചിച്ച് വഷളാക്കിയതാ. ചേട്ടാ എത്ര നേരം എടുക്കും? എന്താ തിരക്ക്? സമാധാനിക്ക്. കാട്ടിൽ ഒരുപാട് ദൂരം പോണ്ട, പുലി പിടിച്ചോണ്ട് പോവും. ബുക്ക് റെഡിയാണോ? ദാ സാർ ബുക്ക്. ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ അല്ലേ? വണ്ടിയിലുണ്ട് സാറേ. അല്ല ഞാൻ വേണമെങ്കിൽ പോയി എടുത്തോണ്ട് വരാം സാറേ. വേണ്ട വേണ്ട. ആ ശരി സാറേ. എന്താ നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങി വേണം. ഇങ്ങോട്ട് ഇറങ്ങണോ? Sharona, are you okay? Are you okay? Huh? Sir, evidence. Martin, ഇത് പിടിക്ക്. ശരി സാറേ. ഫുട്ടേജ് ചെക്ക് ചെയ്യ്, എസ്പെഷ്യലി ഫൈനൽ മീറ്റിംഗ്. ഷുവർ സാർ. വേഗം അപ്ലോഡ് ചെയ്യ്. വീഡിയോ എന്തായാലും ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അത് റിക്കവർ ചെയ്താ എത്രയും വേഗം ടെലികാസ്റ്റ് ചെയ്യാം. ഇവിടെയുള്ള എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാൻ പറ. ഐ ഡോണ്ട് വാണ്ട് എനി പൊളിറ്റിക്കൽ പ്രഷർ. പിന്നെ ദീപക് വിട്ടിട്ട് വരാൻ മനസ്സിലായിരുന്നു. ഐ അണ്ടർസ്റ്റാൻഡ്. ബാല സാറേ. ദീപകിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനയക്ക്. ഓക്കേ സാറേ. സുരേഷ്, ഇവന് ഫസ്റ്റ് എയ്ഡ് കൊടുക്ക്. ചെല്ല്. ശരവണ. ഹലോ ശരവണ. എന്താ ബ്രോ ഇത്രയും ദൂരം പൊക്കിക്കൊണ്ട് വന്നില്ലേ? ഇപ്പൊ അവസാനം പോകുന്ന സമയത്ത് ഒരു ബായ് കൂടെ പറയാതാണ് പോകുന്നേ. Yeah, Martin, how is it ചെക്ക് going? ചെയ്യുന്നുണ്ട് സാറേ.
fast. Make it fast. No. Skip all that. Move. Go to the final footage. Final meeting. Guys, welcome above. Oh, thank you. I have a good news for you. This time our business is going worldwide. Oh, really? Any number of material will be exported. Very fresh. From the kids' orphanage. Oh, Which means more risk, but more money. oh, really? Beautiful. Awesome plan, boss. പക്ഷേ അവരിപ്പോൾ മുംബൈയിലാണുള്ളത്. നാളെ ഇങ്ങോട്ട് വരും. Oh, it's great. Someone is watching us though. ആരാ നോക്കടാ? Damn it. ഞാൻ രാജിവെക്കുകയാണ്. ഇവൻ അയച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഒരു ഹാർഡ് ഡിസ്കിൽ പെട്ടെന്ന് കോപ്പി ചെയ്യണം. സച്ച് എ ബോൾഡ്. ഒരു ജേർണലിസ്റ്റ് എങ്ങനെ ഉണ്ടാവണമെന്നുള്ളതിന് ഇവനാണ് മാതൃക. മിനിസ്റ്റർ പുറപ്പെട്ടു. ഒറ്റയ്ക്ക് വരുന്നേ. മിനിസ്റ്റർ എവിഡൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഫിനിഷ് ചെയ്യും. ഞാൻ നാൻസിയോടെല്ലാം പറഞ്ഞു, ഈ ചെറിയ കാര്യമൊക്കെ അവളെ നോക്കോളൂ. ശിവ, മിനിസ്റ്റേഴ്സ് PA. അവനോട് നിർത്താൻ പറ. മാർട്ടിൻ, സ്റ്റോപ്പ്. പയ്യനെ പോലെ മിനിസ്റ്റർ കൂടെ നിന്ന് അയാളെ തട്ടിക്കളഞ്ഞവനാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ? ഞാനൊന്നും വെറും കറണ്ട് കമ്പിൽ കുടുങ്ങിച്ചാവുന്ന കുരുവിയൊന്നും അല്ലടാ. മഴയുടെ മുകളിൽ പറന്ന് കൃത്യമായിട്ട് ഇരയെ പിടിക്കുന്ന കഴുകനാടാ ഞാൻ. എത്ര ഉയരത്തിൽ പറഞ്ഞാലും നീ വെറും ശവന്തീനിയല്ലേ? എന്നെ ഷൂട്ട് ചെയ്തിട്ട് പോലീസിന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിക്കാം. അതിന് ഞാൻ IPS പഠിച്ചിട്ടല്ലല്ലോ ഈ നിലയിലെത്തിയത്. ടീ ഗ്ലാസ് കഴുകി, ടേബിൾ തുടച്ച്, തോരണം മുട്ടിച്ച്, പോസ്റ്റർ ഒട്ടിച്ച്, ജില്ല, സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് പടിപടിയായിട്ട് മുകളിലേക്ക് ഉയരുമ്പോ 1-2 പേര് ചാവും. പ്ലീസ് ഡോണ്ട് മൈൻഡ് ഇറ്റ് ബേബി. 1-2 38 പേരുടെ മരണത്തിനും നീ തന്നെയല്ലേ ഉത്തരവാദി? ഒന്നും അറിയാത്തവരാ. പകലറിയില്ല, രാത്രി അറിയില്ല, നല്ലതറിയില്ല, ചീത്ത അറിയില്ല. എന്തിന്? ഞാൻ ആരാണെന്ന് പോലും അവർക്കറിയില്ല. അതുകൊണ്ടാ ഭൂമിക്ക് വെറുതെ ഭാരമാകണമെന്ന് കരുതി. കണ്ണ്, ലിവറ്, കിഡ്നി ഇവയൊക്കെ വേർതിരിച്ചെടുത്ത് എക്സ്പോർട്ട് ചെയ്തു. ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് നിറയെ കാശുമായി ജീവിക്കാൻ വേണ്ടി. ഓട്ടിസം പേഷ്യന്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്തു. അതിനുശേഷം ഈ നാട് തന്നെ ക്ലീൻ ആവും. ആൻഡ് ദെൻ ഇത് ക്ലീൻ സിറ്റി, ഹെൽത്തി സിറ്റി. നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല CP. ഇതൊരു വലിയ നെറ്റ്വർക്കാ, പണം കുതിക്കുന്ന നെറ്റ്വർക്ക്. നീ ഒരു മനുഷ്യനെ അല്ലടാ. യു ആർ എ ബ്ലഡ് സക്കിംഗ് ഡെവിൾ. CP സാർ, ഇതും എക്സ്പോർട്ട് മെറ്റീരിയലാ. അങ്ങ് എടുത്തേക്കട്ടെ.
ഇപ്പൊ ഷൂട്ട് ചെയ്യടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഷൂട്ട് ചെയ്ത് നോക്കടാ. ഇതുപോലുള്ള സീനുകൾ എത്ര സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും. ശരവണ, ജസ്റ്റ് ഹോൾഡ് ഓൺ. ഞാൻ നോക്കിക്കോളാം സാർ. ഇപ്പോഴാണ് ഇത് ക്ലീൻ സിറ്റി ആയത് ആൻഡ് എ ഹെൽത്തി സിറ്റി. ഇന്ത്യയിൽ ഒരു വർഷത്തിൽ 5 ലക്ഷം പേർ അവയവങ്ങൾ കിട്ടാതെ മരിച്ചു പോകുന്നു. ഡു യു നോ സംതിങ്? ഒരേ ഒരാൾ, അതായത് സ്വന്തം ബോഡിയെ, ശരീരത്തെ ദാനം ചെയ്താൽ തന്നെ 7 പേരുടെ ജീവൻ രക്ഷിക്കാനാകും. ക്രൊയേഷ്യയിലും സ്പെയിനിലും 1 കോടി ജനങ്ങൾക്ക് 350 എന്ന കണക്കിൽ ദാനം ചെയ്യുന്നുണ്ട്. ബട്ട് സെക്കൻഡ് പോപ്പുലേറ്റഡ് ഇന്ത്യയിൽ മാത്രം 1 കോടി ജനങ്ങൾക്ക് 20 പേർ മാത്രമാണ് അവയവം ദാനം ചെയ്യുന്നത്. ഇതിനെന്താണ് കാരണം? മൈൻഡ് സെറ്റ്. അടുത്തെവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നാം അതിനെപ്പറ്റി ചിന്തിക്കാറേയില്ല. അതേ പ്രശ്നം നമുക്ക് വരുമ്പോഴാണ് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ മനോനില കാരണമാണ് ഓർഗൻ മാഫിയ ഇത്രയും വളർന്നത്. ഇത് മാറണമെങ്കിൽ ഒരു പോലീസോ ഒരു ഗവൺമെന്റോ മാത്രം വിചാരിച്ചാൽ പോരാ. നിങ്ങൾ എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കണം. പ്ലീസ് ഡൊണേറ്റ് ഓർഗൻസ്. ഞാൻ വെളിയിൽ കൊണ്ടുവന്നതല്ല. മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളിലൊരുവൻ, ഒരു സാധാരണ മനുഷ്യൻ, ഈ പ്രശ്നത്തിനും അവരും യാതൊരുവിധ തരത്തിലുള്ള ബന്ധമില്ലെങ്കിൽ പോലും അത് തന്റേതാണെന്ന് കരുതി സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി സത്യം പുറത്തു കൊണ്ടുവന്നു. ഈസ് ദ ഹീറോ, ദ റിയൽ ഹീറോ.